أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ്, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അജയ്യരായ ആത്മീയ നേതാവ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഹഫിളഹുല്ലാഹു വറഅ, മഹാനവറുകളുടെ പുണ്യകരങ്ങൾ കൊണ്ട് നമ്മുടെ ഈ മഹത്തായ ഇഹ്സാൻ സ്ഥാപനത്തിൽ പഠിച്ച് ഇപ്പോൾ ബിരുദം വാങ്ങിയ 20 യുവാക്കളായ പണ്ഡിതന്മാർ, അല്ലാഹു അവർക്കും ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, ഇനി പഠിക്കുന്നവർക്കും, നമുക്കും ഈ സ്ഥാപനത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച്, തഖ്വയോടെ ജീവിച്ച്, ഈമാൻ സലാമത്തായി മരിച്ച് സാലിഹീങ്ങളെ കൂടെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നീട്ടി സംസാരിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. ട്രെയിനിന് പോകാനുള്ളത് കൊണ്ട് നീട്ടാൻ വകുപ്പും ഇല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് കുമ്പോൽ ആറ്റക്കോയ തങ്ങൾ, അള്ളാഹു അവിടത്തേക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മഹാനവറുകൾ ഈ സ്ഥാപനത്തെ മനസ്സിൽ നെഞ്ഞേറ്റി ഉൾക്കൊണ്ട് നേതൃത്വം നൽകുന്ന മഹൽ വ്യക്തിത്വമാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. തങ്ങളവറുകൾ തന്നെ നേരിൽ വിളിച്ചാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. അൽഹംദുലില്ലാഹ്, ഇവിടെ ഈ സ്റ്റേജിൽ ധാരാളം സയ്യിദന്മാരുണ്ട്, ധാരാളം പ്രഗത്ഭരായ ആലിമീങ്ങൾ സ്റ്റേജിലും സദസ്സിലും പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ആദ്യമായി തന്നെ മനുഷ്യന്റെ ബഹുമാനം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇൽമു പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതാണല്ലോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യമായി അല്ലാഹു അറിവ് പഠിപ്പിച്ചു. എല്ലാ അറിവും മനുഷ്യന് ആവശ്യമാണ്. എന്നാൽ നമ്മുടെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ആത്മീയവും ഭൗതികവുമായ
അക്കാഡമിക് വിദ്യാഭ്യാസവും അതേപോലെ തന്നെ റിലീജിയസ് വിദ്യാഭ്യാസവും രണ്ടും ഒന്നിച്ച് പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ച വിദ്യാർത്ഥികൾ ഈ സമുദായത്തിന് നേതൃത്വം നൽകുമ്പോൾ അതിൻ്റെ ഫലം വളരെ വലുതാണ്. അതിന് അല്ലാഹു നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഖാറൂൻ മുതലാളി വലിയ അഹങ്കാരത്തോടുകൂടി ജീവിച്ചപ്പോൾ പലരും അവനെ ഉപദേശിച്ചു. ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. നീ അഹങ്കരിക്കരുത്, അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹം ഓർമ്മിക്കണം. നീ വഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, നീ ഇഹ്സാൻ ചെയ്യണം. ഇഹ്സാൻ എന്നാണല്ലോ ഇതിന്റെ പേര്. മോനെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ, അല്ലേ ഇപ്പം എല്ലാവരും അത് വായിക്കും. ഞാൻ പ്രസംഗിക്കുന്ന വെറുതെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം. അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ട് എന്ന് ഉപദേശിച്ചു. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ നാശം തേടരുത്, ഉണ്ടാക്കരുത്. അതിന്റെ പുറമെ വലാ തൻസ നസീബക മിനദ് ദുനിയ, അല്ലാഹു നിനക്ക് തന്ന ഈ ഭൗതിക ലോകത്ത് തന്ന നിന്റെ വിഹിതം, നിന്റെ നസീബ്, അത് നീ മറക്കരുത്. നീ മരിച്ചു പോകുമ്പോൾ നിനക്ക് കൊണ്ടുപോകാനുള്ളത് വെറും അല്പം തുണി മാത്രമാണ്. ആ ബോധവും നിനക്ക് ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ ഉപദേശിച്ചപ്പോൾ അവൻ വലിയ അഹങ്കാരത്തോടുകൂടി ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, അത് എൻ്റെ അറിവിന്റെ പവർ കൊണ്ട് കിട്ടിയതാണ് എന്ന് അറിവിന്റെ പേരിൽ അഹങ്കാരം പ്രകടിപ്പിച്ചു. അവൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായില്ല. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അറിവ് കൊണ്ടെന്താണ് കാര്യം? അവൻ വളരെ അഹങ്കാരത്തോടുകൂടെ ഫഖറജ അലാ സീനതിഹി ഫീ ഖൗമിഹി, പരിശുദ്ധ ഖുർആൻ വെറുതെയല്ലല്ലോ അത്തരം സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വലിയ ആഡംബരത്തിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവൻ ഇറങ്ങി. അപ്പോൾ ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയ യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹദ്ദിൻ അളീം. ഖാറൂനിന് കിട്ടിയതുപോലെ നമുക്ക് കിട്ടിയില്ലല്ലോ, അവൻ വലിയ ഭാഗ്യവാനാണല്ലോ എന്ന് ഈ ഭൗതികമായ ലോകത്തെ മാത്രം ചിന്തിക്കുകയും നോക്കുകയും ചെയ്യുന്നവർ പറയുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞു, ഖാലല്ലദീന ഊതുൽ ഇൽം, ശരിയായ അറിവ് നൽകപ്പെട്ട മഹാന്മാർ, അവർക്ക് ശരിയായ അറിവ് നൽകപ്പെട്ടിട്ടുണ്ട്. അവരാണല്ലോ യഥാർത്ഥത്തിൽ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ. ഇവിടെ എത്ര വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടായാലും, എത്ര വലിയ കൊട്ടാരം പണിതാലും, എത്ര പവറുള്ള വാഹനത്തിൽ യാത്ര ചെയ്താലും, ഏത് ഭരണാധികാരത്തിൽ ഇരുന്നാലും, എന്തുണ്ടെങ്കിലും അതെല്ലാം തുച്ഛമായ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് മാത്രം ഉള്ളതാണ്. അതേ സമയത്ത് പരിശുദ്ധ ഖുർആൻ വേറൊരു ആയത്തിൽ പറഞ്ഞതുപോലെ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിന്റെ അടുക്കൽ വളരെ നല്ല മടങ്ങുന്ന സ്ഥലം ഉണ്ട്, മടക്കം ഉണ്ട്. ഓ നബിയെ, തങ്ങൾ പറയൂ, ഈമാനുള്ളവർക്ക് ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലിക, ഏറ്റവും നല്ല വലിയ സമ്മാനം അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ട്. പക്ഷേ ഈമാനും തഖ്വയും ഉണ്ടാകണം. ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, ഒരിക്കലും ഇറങ്ങിപ്പോകേണ്ടി വരാത്ത വിശാലമായ തോട്ടങ്ങളും സ്വർഗങ്ങളും, അതിൽ എല്ലാ സൗകര്യങ്ങളുള്ള മാളികകളും, സർവ ഫ്രൂട്ട്സുകളും പഴങ്ങളും
വളരെ ഭംഗിയുള്ള ഒരു രോഗവും ഒന്നും ബാധിക്കാത്ത വളരെ സൗന്ദര്യമുള്ള ഇണകളും അങ്ങനെ ഒരിക്കലും ഒരു കുഴപ്പവും സംഭവിക്കാത്ത ഒരു മെൻസസ് പോലും പിടികൂടാത്ത ഭാര്യമാർ, അതുപോലെ ഒരു ജലദോഷം പോലും പിടിക്കാത്ത ഭർത്താക്കന്മാർ, ആ നിലക്ക് വളരെയേറെ സന്തോഷകരമായ സ്വർഗം, അല്ലാഹുവിങ്കിൽ നിന്നുള്ള സംതൃപ്തിയും, ഇതെല്ലാം അല്ലാഹു തആല വെച്ചത് ആർക്കാണ്? ഭൗതിക ലോകത്തിന്റെ പളപളപ്പിൽ മനസ്സ് പെട്ടുപോകാതെ പാരത്രിക ലോകം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ശരിയായ അറിവ് കിട്ടിയവർക്കാണ്, ആ അറിവനുസരിച്ച് ജീവിക്കുന്നവർക്കാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖാറൂനിന്റെ ഈ ഭൗതികമായ ഉയർച്ചകൾ കണ്ട്, സമ്പത്തിന്റെ വൈപുല്യം കണ്ട്, അങ്ങനെ അതുപോലെ ഉണ്ടായില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് ഖാലല്ലദീന ഊതുൽ ഇൽം, ശരിയായ ഇൽമ് നൽകപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞു, വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. എല്ലാവരും ഇതിൽ പൈസ ഇട്ട് കൊടുക്കണം. ഞാൻ ഈ നീളക്കുപ്പായ ഇട്ടത് കൊണ്ട് ബെൽറ്റ് നിന്ന് പൈസ എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നൊന്ന് സഹായിച്ചതാ. അപ്പോ പറഞ്ഞു വരുന്നത്, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. അല്ലാഹുവിന്റെ പ്രതിഫലം ആർക്ക്? ലിമൻ ആമന, ശരിയായ വിശ്വാസം ഉള്ളവർക്ക്. വിശ്വാസം മാത്രം മതിയോ? അതുപോരാ, സൽകർമ്മവും വേണം. ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ, സാലിഹായ പ്രവർത്തനം നടത്തിയവർക്ക്. പരിശുദ്ധ ഖുർആനിൽ സ്വർഗ്ഗം ലഭിക്കുന്നവരെ കുറിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം പറഞ്ഞ വാചകം അല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, വിശ്വസിച്ചവരും സൽകർമ്മം ചെയ്തവരും നല്ല പ്രവൃത്തി ചെയ്തവരും. അല്ലാതെ വഅലിമു സാലിഹാത്ത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സൽക്കർമ്മം അറിഞ്ഞവർ എന്നല്ല പറഞ്ഞത്, സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർ. അപ്പൊ അറിവ് മാത്രം പോരാ, അറിവനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടെങ്കിലേ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതാണ് ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. പക്ഷേ ആ ഒരു ഭാഗ്യം, ഇൽമ് ലഭിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ശരിയായ വിശ്വാസത്തിലായി ജീവിക്കുകയും ചെയ്യുക എന്നത്, അത് നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബ്സുൻ നഫ്സ്, ശരീരത്തെ ബന്ദ് ചെയ്യുക. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് യാതൊരു അലസതയും മടിയും ഇല്ലാതിരിക്കുക. ഫർളായ പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിക്കണം. സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ എടുക്കണം. നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഒരിക്കലും മനസ്സിൽ അഹങ്കാരമോ അസൂയയോ വിദ്വേഷമോ വൈരാഗ്യമോ വെറുപ്പോ കോപമോ ഉണ്ടാകാൻ പാടില്ല. തെളിഞ്ഞ മനസ്സായിരിക്കണം. അതോടുകൂടെ തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഖുല്ലി ഇബാദിയല്ലദീന ആമനു, എന്റെ അടിമകളോട് പറയൂ നബിയെ. ഏത് അടിമകൾ? അല്ലദീന ആമനു, ഈമാനുള്ള വിശ്വസിച്ച അടിമകളോട് പറയൂ നബിയെ. യുഖീമുസ്സലാഹ്, നിസ്കാരം അവർ മുറക്ക് കൃത്യമായി നിലനിർത്തട്ടെ, ജീവിതത്തിൽ കൊണ്ടുവരട്ടെ. നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്ത് മുഅ്മിനാണ്? الذي يقيم الصلاة, നിസ്കാരം നിർവഹിക്കട്ടെ. وينفقوا مما رزقناهم سرا وعلانية, രഹസ്യമായും പരസ്യമായും നമ്മൾ കൊടുത്ത സ്വത്തിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യട്ടെ. രഹസ്യമായും കൊടുക്കണം, പരസ്യമായും കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊടുത്തതിൽ നിന്ന് ആരും പ്രസവിച്ചു വരുമ്പോൾ വലിയ സമ്പന്നനായി പ്രസവിക്കപ്പെട്ടിട്ടില്ല.
അള്ളാഹു കൊടുത്തതാണ് എല്ലാവർക്കും അവനവന്റെ സമ്പത്ത്. അതിൽ നിന്ന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളമായി ചെലവഴിക്കണം. അതേസമയം ദൂർത്തടിക്കരുത്, അനാവശ്യം ചെലവഴിക്കരുത്, അനാവശ്യം ഒന്നും തന്നെ നശിപ്പിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അനാവശ്യം ചെലവഴിക്കുന്നവർ, ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ ആൾക്കാരാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുക. എപ്പോ? മിൻ ഖബ്ലി അൻ യൗതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ. ഒരു ദിവസം വരാനുണ്ട്, അന്ന് സ്വർഗം വിലക്ക് വാങ്ങാൻ കഴിയില്ല, അന്ന് അവിടെ കച്ചവടം നടക്കൂല. വലാ ഖിലാൽ, ഒരു സൗഹൃദ ബന്ധവും ഈമാനും തഖ്വയും ഇല്ലാത്തവർക്ക് ഫലവത്താവുകയില്ല. അവിടെ ഒരു പുതിയ സൗഹൃദം ഉണ്ടാക്കാൻ സാധ്യവും അല്ല. അൽ അഖില്ലാഉ യൗമൈദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദു ഇല്ലൽ മുത്തഖീൻ. എല്ലാ സുഹൃത്തുക്കളും മനുഷ്യനെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ച്, മനുഷ്യനെ കഞ്ചാവ് വലിപ്പിച്ച്, മദ്യപിക്കാൻ പ്രേരിപ്പിച്ച്, മനുഷ്യന്റെ നിസ്കാരം ഖളാ ആകാൻ പ്രചോദിപ്പിച്ച്, മനുഷ്യന്റെ കുടുംബം തമ്മിൽ തെറ്റാൻ വേണ്ടി പ്രചോദനം നൽകിയ, അയൽവാസിയുമായി തെറ്റാൻ വേണ്ടി പ്രചോദനം നൽകിയ, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നതിന് പകരം അവരെ അവഗണിക്കാൻ വേണ്ടി പ്രചോദനം നൽകിയ, സ്വന്തം ബാപ്പ ഉമ്മയെ അനുസരിക്കുന്നതിന് പകരം അവരോട് അനുസരണക്കേട് കാണാൻ പ്രചോദനം നൽകിയ, അങ്ങനെ തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ച ഏത് സുഹൃത്തുക്കളുണ്ടോ അവരാരും ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത വിളിക്കാനോ സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കാനോ അങ്ങനെ തുടങ്ങിയിട്ട് ഏത് ദുഷ്കർമ്മങ്ങൾക്ക് പ്രേരണ നൽകിയ സുഹൃത്തുക്കളുണ്ടോ അവരാരെയും പഠിച്ചവന്റെ കോടതിയിൽ സഹായത്തിന് ലഭിക്കൂല. അവിടെ സൗഹൃദ ബന്ധം ഇല്ല. അതേ സമയത്ത് ഇല്ലൽ മുത്തഖീൻ, തഖ്വയുടെ അടിസ്ഥാനത്തിൽ സൗഹൃദ ബന്ധമുള്ള മഹാന്മാർ അവര് എവിടെയും അവരെ കൊണ്ടുള്ള ഉപകാരം ലഭിക്കുകയും ചെയ്യും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു ദിവസം ഒരു ഈത്തപ്പനയുടെ കരിമ്പ് കൊണ്ടുവന്നു. അത് മുന്നിൽ വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതാ ഇന്ന മിനശ് ശജരി ശജറതൻ, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരം ഉണ്ട്, നഫ്ഉഹാ കനഫ്ഇൽ മുസ്ലിം, ആ മരത്തിന്റെ ഉപകാരം ശരിയായ പരിപൂർണ മുസ്ലിമിന്റെ ഉപകാരം പോലെയാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതേ മുഅ്മിനായ മനുഷ്യൻ, പരിപൂർണ മുഅ്മിനായ നല്ല മനുഷ്യൻ, അത്തരത്തിലുള്ള ആളുകൾ യസ്തമിറു നഫ്ഉഹു മുസ്തമിറുൻ ഫീ ഹയാതിഹി വബഅദ മമാതിഹി, അതേ ജീവിച്ചിരിക്കുന്ന കാലത്തും ഈ ലോകത്ത് മരിച്ചു പോയാലും നല്ല മനുഷ്യന്മാരുടെ ഉപകാരം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ അതാ ഉണങ്ങിയാലും ഉപകാരം ലഭിക്കുന്ന മരം, അങ്ങനെ ഒരു മരം ഉണ്ട്. ഫഹദ്ദിസൂനി മാഹിയ, അതേതാണെന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, അത് തന്നെയും കുട്ടികൾക്ക് പരീക്ഷ നടത്തിയിട്ടാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതുപോലെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് കുട്ടികളെ നാം സെലക്ട് ചെയ്യുന്നത്. അതിനെല്ലാം ആ ഹദീസ് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാരെ ഇന്റർവ്യൂ ചെയ്യുകയാണ്, പരീക്ഷ നടത്തുകയാണ്. ഏതാണത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ സഹാബത്തിൽ പലരും അതിന് മറുപടി പറഞ്ഞില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു. എന്നാൽ സഹാബികളെ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബാപ്പയോട് പറഞ്ഞു, ബാപ്പാ, നബി തങ്ങൾ അത് ചോദിച്ചു തീരുമ്പോൾ തന്നെ അതിന്റെ മറുപടി എനിക്കറിയാമായിരുന്നു, ഞാൻ പറയാതിരുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുകൊണ്ട് മോനെ അത് നീ പറഞ്ഞില്ല? നീ അത് പറഞ്ഞെങ്കിൽ എന്റെ സന്തോഷമുണ്ടോ തീരുന്നു. ഇന്ന് ഈ കുട്ടികൾ ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോ ബാപ്പമാരുടെ സന്തോഷം, അതുപോലെ തന്നെ ഉമ്മമാരുടെ സന്തോഷം, കുടുംബത്തിന്റെയും ഉസ്താദുമാരുടെയും പഠിപ്പിച്ചവരുടെയും ഒക്കെ സന്തോഷം, അതേപോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്തവരുടെ സന്തോഷം പറഞ്ഞു തീർക്കാൻ കഴിയുമോ? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചോദിച്ചു, മോനെ, നീ അതിന്റെ മറുപടി ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് എത്ര സന്തോഷകരമാകുമായിരുന്നു.
പക്ഷേ മകൻ പറഞ്ഞു, ഞാൻ അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുള്ള സദസ്സ്, ബാപ്പയുള്ള സദസ്സ്, അത്തരത്തിലുള്ള വലിയ വലിയ ആളുകളുള്ള സദസ്സായതുകൊണ്ട് ഞാൻ ചെറുതല്ലേ, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അതൊരു അദബ് കാണിച്ചതാണ്. ഇരിക്കട്ടെ, ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ മനസ്സിലായി, അത് ഈത്തപ്പനയാണ് ഇങ്ങനെ മനസ്സിലായി. അതാണ് ബുദ്ധി പരിശോധന എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ഈത്തപ്പനയുടെ കരിമ്പ് കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് ഒരു മരത്തെ സംബന്ധിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, നബി തങ്ങൾ പറയുന്നത് ഈത്തപ്പനയെ സംബന്ധിച്ചാണ് എന്ന് മനസ്സിലാക്കിയെടുത്തു. അതാണല്ലോ ചിന്തിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഉപകാരം അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തും വഫാത്തിന് ശേഷവും ലഭിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് മുഅ്മിനായ മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരിക്കലും വേറെ ഒരാൾക്ക് ശല്യം ഉണ്ടാകൂല, വർഗീയവാദിയാകൂല, ഭീകരവാദിയാകൂല, അക്രമകാരിയാകൂല, ചതിയനാകൂല, കള്ളം പറയൂല, കളവ് നടത്തൂല, അതേപോലെ തന്നെ അനാശാസ പ്രവണതകളൊന്നും ഉണ്ടാവുകയില്ല, ഒരന്യ സ്ത്രീയിലേക്ക് നോക്കുകയില്ല, ഒരന്യ സ്ത്രീയെ സ്പർശിക്കുകയില്ല. അതുപോലെ അല്ലാഹു തആല അനുവദിക്കാത്ത വിധത്തിൽ അവൻ അത്തരത്തിലുള്ള വൈകാരിക പ്രവർത്തനങ്ങളൊന്നും നടത്തൂല. പ്രായമുള്ളവരോട് വലിയ ബഹുമാനമുണ്ടാകും, രോഗികളോട് വലിയ കാരുണ്യമുണ്ടാകും, കണ്ണിന് കാഴ്ചയില്ലാത്തവന്റെ കൈപിടിക്കാൻ രംഗത്തുണ്ടാകും, രോഗിക്ക് ശുശ്രൂഷിക്കാൻ സാന്ത്വനം നടത്താൻ അവൻ മുൻപന്തിയിലുണ്ടാകും. അതുപോലെ തന്നെ ഏത് വിഷയത്തിൽ ദൗർബല്യമുള്ളവരുണ്ടോ അവരെ എല്ലാം ശക്തിപ്പെടുത്താനും അവരെ കൂടെ നിൽക്കാനും ഉണ്ടാകും. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അദ്ദീ സകാത്തൽ ജാഹി ഫഅലം ബിഅന്നഹാ കമിഥിലി സകാത്തിൽ മാലി തമാനി സാബുഹാ. സ്വത്തുള്ളവർ സകാത്ത് കൊടുക്കണമല്ലോ, അങ്ങനെ പണം സൂക്ഷിച്ചവർ സകാത്ത് കൊടുക്കണമല്ലോ, അതിന്റെ കണക്കനുസരിച്ചുള്ളത് ഉണ്ടെങ്കിൽ. എന്നാൽ അതുപോലെ കൊടുക്കേണ്ട സകാത്താണ് സകാത്തുൽ ജാഹ്, സ്ഥാനത്തിന്റെ സകാത്ത്. സ്ഥാനത്തിന്റെ സകാത്ത് എന്ന് പറഞ്ഞാലോ, ഇപ്പോൾ ബിരുദമെടുത്ത നമ്മുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ, അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അവർക്ക് അല്ലാഹു കൊടുത്തൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിന്റെ സകാത്ത് എന്താണ്? അവർ പഠിച്ചത് കൃത്യമായി പഠിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അത് അവർ ചെയ്യേണ്ട സകാത്താണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഇന്നലെ ഏകദേശം തമിഴ്നാട്ടിന്റെ തൊട്ടടുത്തുള്ള വഴിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സമയത്ത് ഞാനും തങ്ങളവറുകളും ഒരു സ്റ്റേജിൽ ഉണ്ട്. അവിടെ നിന്ന് കാറിൽ യാത്ര ചെയ്ത് വീട്ടിലേക്ക് വന്ന് ഏകദേശം 1 മണി കഴിയുമ്പോഴാണ് വീട്ടിലെത്തിയത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു. ഞാൻ 2 മണി കഴിഞ്ഞിട്ടാണ് എത്തിയത്. അങ്ങനെ തങ്ങളവറുകൾ അതേ വരവ് കാറിൽ ഇവിടെ വന്നു, ഈ സദസ്സിൽ പങ്കെടുത്തു. എന്തിന്? ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ, വലിയ പുണ്യകർമ്മമാണ് മുഅ്മിനീങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുക. ഇവിടെ ഈ പഠിച്ചിറങ്ങുന്ന മുതഅല്ലിമീങ്ങൾക്ക് അവർക്ക് മഹാനവറുകളെ കൈകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് ഇതിന്റെ അധികൃതരും ഉസ്താദുമാരും കുട്ടികളും ഒക്കെ ആഗ്രഹിച്ചപ്പോൾ അതിനുവേണ്ടി ത്യാഗം സഹിക്കുകയാണ്. ത്യാഗം സഹിക്കാതെ ഒന്നും ഇവിടെ സേവനം ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു സകാത്താണ്. അതായത് അവനവന് അല്ലാഹു തആല കൊടുത്ത സ്ഥാനം അതിന്റെ സകാത്താണ്. ത്യാഗം ചെയ്തുകൊണ്ട് സേവനം ചെയ്യുക എന്നത് അത് നമുക്ക് പാഠമാണ്, നമ്മുടെ ആലിമീങ്ങൾ പാഠമാണ്. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഇപ്പോഴും പ്രായമുള്ള സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട തങ്ങളവറുകളും സുൽത്താനുൽ ഉലമയും കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ വന്നു. സിറാജുൽ ഹുദയിൽ മുതവൽ ക്ലാസ് ആരംഭിക്കുമ്പോൾ അവിടെ അത് തുടങ്ങിത്തരാൻ വേണ്ടി വന്നു. രണ്ടാളും ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റുമാരാണ്. അവർ രണ്ടുപേരും വന്നു. ഞാനത് പറഞ്ഞു വരുന്നത്, അവർ ത്യാഗം ചെയ്യുകയാണ്. ത്യാഗം ചെയ്യാൻ ചെറുപ്പക്കാരായ നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കണം, ബിരുദമെടുത്തിറങ്ങുന്ന മുതഅല്ലിമീങ്ങൾ. അതോടുകൂടെ തന്നെ അതേ വഅ്മുറു ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മകനോട് ചെയ്ത വസിയത്തിൽ നമുക്ക് കാണാം, നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകണം, തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടാകും. എപ്പോഴും പലർക്കും അത് ഇഷ്ടപ്പെട്ടുകൊള്ളണം എന്നില്ല. അവിടെയാണ് വസ്ബിർ അലാ മാ അസാബക,
അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നല്ല ക്ഷമ വേണം. നമ്മുടെ ശരീരത്തെ നല്ല കാര്യത്തിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. തെറ്റായ കാര്യത്തിൽ പോകാതെ ശരീരത്തെയും ചിന്തയെയും ആത്മാവിനെയും പിടിച്ചു നിർത്താൻ കഴിയണം. അതാണ് സബ്ർ, ക്ഷമ എന്ന് പറയുന്നത്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ജലാലുദ്ദീൻ കൊടുത്ത തഫ്സീർ തന്നെ കാണാം. ഇഹ്ബിസ് നഫ്സക, നിന്റെ ശരീരത്തെ നീ ഹബ്സ് ചെയ്യണം, ബന്ധാക്കി വെക്കണം. നല്ല ആളുകളോടുകൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണം. അവരുടെ പ്രാർത്ഥനകളിലും സദസ്സുകളിലും ഒക്കെ പങ്കെടുക്കണം. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും. അപ്പൊ നമ്മൾ നല്ല ക്ഷമയുള്ളവരാകണം. അതാണ് വലാ യുലഖാഹാ ഇല്ലസ്സാബിറൂൻ. ദുനിയാവിന്റെ പളപളപ്പിൽ പെട്ടുപോകാതെ, ഭൗതിക താല്പര്യങ്ങളിൽ പെട്ടുപോകാതെ, സ്ഥാനം ലഭിക്കണം എന്ന ചിന്ത വരാതെ, എന്റെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് രക്ഷപ്പെടണം, ആ റബ്ബ് തന്ന നിഅമത്തിന് ശുക്ർ ചെയ്യണം, ആ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കണം, പഠിച്ച ഇൽമ് പ്രചരിപ്പിക്കണം, ഇനിയും ധാരാളം പഠിച്ചുകൊണ്ടേയിരിക്കണം, പഠിച്ചത് ജീവിതത്തിൽ പകർത്തണം. ഈ ചിന്തയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വരും. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. നേരത്തെ അബ്ദുൽ ഹക്കീം അസ്ഹരി അവറുകൾ സമർഖന്ദിനെ സംബന്ധിച്ച് പറഞ്ഞു. സമർഖന്ദിൽ ഖറന്തക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ളത്. മുമ്പൊരു സമയത്ത് മഹാനായ സുൽത്താനുൽ ഉലമയുടെ കൂടെ ഞാൻ അവിടെ സിയാറത്തിന് പോയിരുന്നു. അന്ന് അവിടെ മഖ്ബറയുടെ പുനർനിർമ്മാണം നടക്കുന്നത് കൊണ്ട് ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ലായിരുന്നു. പക്ഷേ സുൽത്താനുൽ ഉലമയോടുള്ള ബഹുമാന നിമിത്തം അവിടെയുള്ള അതിന്റെ നടത്തിപ്പുകാർ സമീപത്ത് പോയി സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തന്നു. ആ ഖബറിന്റെ സമീപത്തിരുന്ന് ഉസ്താദ് അവറുകൾ ഞങ്ങൾക്ക് സഹീഹുൽ ബുഖാരിയിൽ നിന്ന് ബർക്കത്തിന് വേണ്ടി പറഞ്ഞു തരികയും അവിടെ സിയാറത്ത് ചെയ്യുകയും ചെയ്തു. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അവിടെ എത്ര കൊല്ലമായി? 1000-ലധികം കൊല്ലം, 1200ഓളം കൊല്ലമായി, അല്ലെങ്കിൽ 1200-നടുത്ത് കൊല്ലമായി മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അവിടെ നിലനിൽക്കുന്നു. എന്നാൽ ഹിജ്റ 475, ഏകദേശം 475 കാലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 കൊല്ലം മുമ്പ് അവിടെ സമർഖന്ദിൽ തീരെ മഴയില്ലാതെയായി പോയി. ഒരുപാട് ദുആ നടത്തി നോക്കി, എല്ലാവരും മഴ കിട്ടിയില്ല. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ നിൽക്കുന്നത് അവിടെ ഖറന്തക് എന്ന സ്ഥലത്ത്, സമർഖന്ദിന്റെ ഭാഗത്ത് തന്നെയാണ്. ഇരിക്കട്ടെ, ഒരു നല്ല മനുഷ്യൻ വന്ന് അന്നത്തെ ഖാദിയോട് പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. പറഞ്ഞോളൂ. ഞാൻ കണ്ട സ്വപ്നം, ഖാദി അവറുകളും എല്ലാവരും ഇമാം ബുഖാരിയുടെ ഖബറിങ്കിൽ പോവുക, അവിടെ ചെന്നിട്ട് പടച്ച റബ്ബിനോട് മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക, എന്നാൽ മഴ കിട്ടുമെന്നാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഖാദി പറഞ്ഞു, നിഅമമാ റഅയ്ത, അത് നല്ല കാര്യമല്ലേ, നമുക്ക് പോകാം. ജനങ്ങളെ മുഴുവനും കൂട്ടി ഖാദി, അന്നത്തെ ഖാദി അവിടെ പോയി. എല്ലാവരും കൂടി അതാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് അള്ളാഹുവിനോട് താണുകേണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്ന് മാത്രമല്ല, അവിടെ നിന്ന് പലരും പൊട്ടിക്കരഞ്ഞു റബ്ബിനോട് ദുആ ചെയ്തു. ഇമാം ബുഖാരിയുടെ ശഫാഅത്ത് തേടുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ വന്നു, ഘോരമായ മഴ. ആ മഴ, ഘോരമായ മഴ തീരുന്നില്ല, മഴ തോരുന്നില്ല. ഒരാഴ്ച തുടരെ മഴ. സമർഖന്ദിൽ വന്ന ഖാദിയും കൂടെയുള്ളവരും അതാ സമർഖന്ദിലേക്ക് പോകാൻ ബുദ്ധിമുട്ടി അവിടെ തന്നെ നിന്നുപോയി. വെള്ളം കൊണ്ട് എല്ലാ സ്ഥലത്തും നിറഞ്ഞുപോയി. സുഹൃത്തുക്കളെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വളരെ ത്യാഗം ചെയ്ത് ഇൽമ് പഠിച്ച ആളാണ്. അതേ സമയത്ത് ജീവിതം എങ്ങനെ മഹാനവറുകളെ ചരിത്രത്തിൽ കാണാം. ഇമാം ബുഖാരി പറയുന്നു, ഗീബത്ത് പറയൽ ഹറാമാണ്, വേറെ ഒരുത്തന്റെ കുറ്റം പറയൽ ഹറാമാണ് എന്ന് ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചപ്പോൾ
അതിനുശേഷം ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല, ഗീബത്ത് പറഞ്ഞിട്ടില്ല. ആ നിലക്കുള്ള ജീവിതം, ആത്മീയമായ ജീവിതം, അതല്ലേ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ശരിക്കും ഭയപ്പെടുന്നവർ ശരിയായ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങളിൽ വളരെ പ്രഗത്ഭനായ ഇമാം ബുഖാരി പഠിച്ചതനുസരിച്ച് ഓരോന്നും പ്രവൃത്തിയിൽ കൊണ്ടുവന്നപ്പോൾ ജീവിതകാലത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ഇമാമീങ്ങൾക്കും ആലിമീങ്ങൾക്കും അവലംബിക്കാൻ പറ്റുന്ന മാശക്ക ഫീ ഫളിൽ ബുഖാരി മുസ്ലിമു, ഇമാം ബുഖാരിയുടെ ബഹുമാനത്തിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. ആ നിലക്ക് ഉന്നതമായ പദവിയിലുള്ള ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഇമാം ഹുമൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ആ ഇമാം ബുഖാരി അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഖാല മാലികുൻ വബ്നു ഇദ്രീസ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു. വബ്നു ഇദ്രീസ്, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഇന്നത്തെ പുത്തൻവാദികൾ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ശാഫി ഇമാമിനെ അവഗണിക്കുന്നു, അതേ മാലിക് ഇമാമിനെ അവഗണിക്കുന്നു. അങ്ങനെ ഇമാമിങ്ങളെ തള്ളിപ്പറയുന്നു. അവരുടെ വിവരക്കേടാണ്. ഇരിക്കട്ടെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിച്ചപ്പോൾ ജീവിതകാലത്ത് വലിയ സേവനം ചെയ്തു. അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് അവിടുന്ന് എഴുതിയ ധാരാളം കിതാബുകളുണ്ടല്ലോ. അതിലേറ്റവും പ്രശസ്തമായ അൽ ജാമിഉ സ്വഹീഹ്, സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള കിതാബുകൾ കൊണ്ട് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഉപകാരം ലഭിക്കുന്നു എന്നതിൻ്റെ പുറമെ ഖബറിൽ കിടക്കുമ്പോൾ സമീപത്ത് എന്ന് ദുആ ചെയ്താൽ മഴയില്ലാത്ത സമയത്ത് മഴ കിട്ടുന്നു, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നു. എന്തുകൊണ്ടാണത്? വലിയ ക്ഷമയോടുകൂടെ ഇൽമ് പഠിക്കുകയും ക്ഷമയോടുകൂടെ ശരിയായ തഖ്വയിൽ ജീവിക്കുകയും ചെയ്തതിനാൽ അല്ലാഹു തആല കൊടുക്കുന്ന സമ്മാനമാണത്. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി മരിച്ച് അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും, നമ്മെ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്നവർക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനിവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കുമ്പോൽ തങ്ങളവറുകളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ത്വാഹ തങ്ങളവറുകളോട് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, വന്നിരുന്നു, ചെറിയ ശാരീരികമായ അസ്വസ്ഥതയുള്ളത് കൊണ്ട് അങ്ങോട്ട് പോയതാണ് എന്ന് പറഞ്ഞു. അല്ലാഹുവേ, അവിടത്തേക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കണം റഹ്മാനെ. അതുപോലെ സർവ്വ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ മുഴുവൻ പ്രവർത്തകർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും KCF-ന്റെയും ICF-ന്റെയും RSC-യുടെയും ഒക്കെ പ്രവർത്തകന്മാർക്കും അതുപോലെ മുസ്ലിം ജമാഅത്തിന്റെയും SYS-ന്റെയും SSF-ന്റെയും സുന്നി ജമീയത്തുൽ മുഅല്ലിമിന്റെയും SMA-യുടെയും ഒക്കെ പ്രവർത്തകന്മാർക്ക് അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാമാണിക ഗുരുവര്യന്മാരായ കോട്ടൂർ ഉസ്താദ്, അതേ സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ പന്മൾ ഉസ്താദ് തുടങ്ങിയ ആലിമീങ്ങൾക്കും അവരെ പിന്നാലെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ദീനീ ഖിദ്മകളിൽ സഹായിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഏറ്റിത്തരണമല്ലാഹ്. ഞങ്ങളുടെ സർവ്വ അമലുകളും സ്വീകരിക്കണമല്ലാഹ്. ഈ ചെറുപ്പക്കാരായ യുവാക്കളായ പണ്ഡിതന്മാർ ജാമിഅ സഅദിയിൽ തുടർന്ന് പഠിക്കുന്നു എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അല്ലാഹുവേ, മഹാനായ നൂറുൽ ഉലമക്കും
താജുൽ ഉലമക്കും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ കൻസുൽ ഉലമക്കും താജുൽ ഫുഖഹാഇനും അങ്ങനെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ബഞ്ഞനാടി ഉസ്താദിനും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ താജുൽ ശരീഅക്കും ആരെല്ലാം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ അലിമീങ്ങളുണ്ടോ എല്ലാവർക്കും നീ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഒക്കെ സന്തോഷത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ബോംബെയിൽ ബിസിനസ്സുള്ള മംഗലാപുരത്തുള്ള ഒരാൾ ഇന്നലെ എനിക്കൊരു വോയിസ് ഇട്ടു, ഹജ്ജിന് പോകുന്നുണ്ട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അല്ലാഹുവേ, ഞങ്ങളിൽ ആര് ഹജ്ജിന് പോകുന്നവരുണ്ടോ എല്ലാവർക്കും നീ പൊരുത്തപ്പെട്ട നിലക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് തിരിച്ച് സന്തോഷത്തോടെ മഖ്ബൂലും മബ്റൂറുമായ അമൽ ചെയ്ത് തിരിച്ചു വരാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞാൻ അദ്ദേഹത്തിന് തിരിച്ചൊരു വോയിസ് ഇട്ട് വരുന്ന തിങ്കളാഴ്ച മറ്റന്നാള് സിറാജുൽ ഹുദയിൽ ഹജ്ജ് ക്ലാസ് ഉണ്ട്. രാവിലെ 9:30 മുതൽക്ക് ഏകദേശം 4 മണി വരെ എല്ലാ വർഷവും ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അതിന് വന്നാൽ സന്തോഷമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച എൻ്റെ പ്ലെയിനാണ്, പ്ലെയിന് വേണ്ടി പോകാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോവാണ്, അതുകൊണ്ട് നിവൃത്തിയില്ല. അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും ഒക്കെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അതുകൊണ്ട് സിറാജുൽ ഹുദയിൽ വരാത്തവർക്ക് വരാനൊരു ദിവസമാണ് മറ്റന്നാളത്തെ തിങ്കളാഴ്ച, അതിനുവേണ്ടിയാണ് പറഞ്ഞത്. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.